നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ലെറ്റ്സ് സീ. ആക്ച്വലി ഞാൻ ലൈവ് റീഡിങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തേഴ്സ്ഡേ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, മാക്സിമം തേഴ്സ്ഡേക്കാണ് എൻ്റെ ഒരു പ്ലാന്. തേഴ്സ്ഡേ ഈവനിങ് ഒരു 7 മണിയുടെ സമയത്ത് ഓക്കെ ഞാൻ ലൈവ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യും. കുറേ ദിവസമായി ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ആണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ മെമ്പേഴ്സ് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ലൈവ് റീഡിങ് നടക്കുന്ന സമയത്ത് ഐ തിങ്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് വെക്കാം. ഓക്കെ, ഞാനത് ഏത് ലെവലിലായിരിക്കും ഞാൻ ഒന്നുകൂടി അനൗൺസ് ചെയ്യാം. ഓക്കെ, ഇന്ന് നാളേക്ക് ഞാൻ ക്ലിയർ ആയിട്ടൊന്ന് അതിൻ്റെ മെസ്സേജ് ഞാൻ പറയാം. ബട്ട് ലൈവ് റീഡിങ് ഐ തിങ്ക് 17th ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സ് ഓൺലി ആണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും കൂടി ഉള്ളതൊക്കെ ഞാൻ പിന്നെ നോക്കാം. സോ മെമ്പേഴ്സ് ഓൺലി ലൈവ് റീഡിങ് കുറേ ആയി ഞാൻ ചെയ്തിട്ട്. സോ 17th 7 PM ഒരു 7 മണിയുടെ അടുത്ത് ചെയ്യാം. ഓക്കെ, സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ, മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് നിങ്ങൾക്ക് റീഡിങ്സ് ആ സമയത്ത് അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നമുക്ക് നോക്കുന്നത് ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ മനസ്സെന്താണെന്നൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ എന്താ ഗോ ത്രൂ ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ. ഓക്കെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ പേഴ്സണിനെ കുറിച്ച് എന്നുള്ള എടുക്കാം. ആൻഡ് പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോടുള്ളത് അവർക്ക് ജസ്റ്റ് ആ രീതിക്ക് ഒന്ന് എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇന്ന് നിങ്ങളാണ് ഫോക്കസ്. നിങ്ങളുടെ മനസ്സ് ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഞാൻ നിങ്ങളെ അതിനനുസരിച്ച് നമുക്ക് ഗൈഡ് ചെയ്യാമല്ലോ. ഓക്കെ, സോ വ്യൂവേഴ്സ്, ഇവിടെ വ്യൂവേഴ്സിൻ്റെ എനർജിയാണ് ഞാൻ പിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. വ്യൂവേഴ്സ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്, ഇപ്പോൾ അവരുടെ മനസ്സിലെന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ച് ആവുമോ നോക്കാം. ഓക്കെ, എല്ലാം മാച്ച് ആവണമെന്നില്ല, മനസ്സിലാക്കാം. ഓക്കെ, കാരണം കുറേ പേര് കാണുന്നതാണ്. മജീഷ്യൻ ഉണ്ട് ഇവിടെ, സ്റ്റാർ കാർഡ്, 7 of Swords, Knight of Pentacles and one more 10 of Pentacles. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ ഒരു ബെറ്റർമെൻറ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒന്ന് ബെറ്റർ ആവണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഞാൻ എങ്ങനെയാണ് ബെറ്റർ ആക്കുക, ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം നമ്മൾ പറയില്ലേ എല്ലാം എന്ത് തരത്തിലായാലും നമ്മൾ പറയില്ലേ ക്ഷമയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ നമ്മൾ എനിക്ക് ഇന്ന കാര്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളതിനൊന്ന് ശരിയാക്കാനുള്ള ഒരു ശ്രമമാണ്. ശരിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം, ലൈഫിൽ നിങ്ങൾക്ക് വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, വിട്ട് കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സോ അതിനെ ലൈഫിൽ നിലനിർത്താൻ വേണം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാനൊന്ന് വിട്ടുകൊടുക്കണോ, സോഫ്റ്റ് ആവണോ, ഫർഗീവ് വേണോ, അതോ ഞാൻ സ്ട്രോങ് ആവണോ, ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ പറയണോ, നിങ്ങൾക്ക് അങ്ങനെ എന്ത് തരത്തിലായാലും നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ എല്ലാ എഫേർട്ടും ഇട്ട് നിങ്ങളതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം, ഓക്കെ, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ബെറ്റർ ആവണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാറാണ്. സോ അഗൈൻ ഹീലിങ്ങിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഹീലാവാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ഇമോഷൻസ് നിങ്ങളെ ബാധിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, നിങ്ങളെ മനസ്സ് വിഷമിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് വേദനകളും വിഷമങ്ങളും ഉണ്ടാവും. ബട്ട് അതിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം ഹീലാവാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ഓക്കെ, ഇനി നമ്മൾ ഇത്രയും വിഷമിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പല സംഭവങ്ങളും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ആ വേദനകളിൽ നിന്ന് പുറത്തു വരിക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബെറ്ററാക്കാൻ ശ്രമിക്കുക, ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിക്കും നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ആവാതെ ചിലപ്പോൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, അങ്ങനെയും ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾ ഇനി കൂടുതൽ ഞാനിതിൽ ഇമോഷണലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വെക്കാതെയോ, ബട്ട് എന്നാലും നിങ്ങൾക്ക് വേണം, ഈ ബന്ധം വേണമെന്ന് തന്നെയാണ്. എന്നാലും ഒരു ചെറിയൊരു നിങ്ങളെ തന്നെ ഒരു ഹീലിംഗ് എന്നുള്ളൊരു ശ്രമവും എനിക്ക് കാണുന്നുണ്ട്, രണ്ടും കാണുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം ഈ സിറ്റുവേഷനും ബെറ്റർ ആവണം, രണ്ടും ഉണ്ട്, രണ്ടും നിങ്ങളുടെ മനസ്സിലാഗ്രഹമുണ്ട്.
സെവൻ ഓഫ് സോഡ്സ് ഉണ്ട്. ഒന്ന് മേ ബി നിങ്ങളുടെ ഇമോഷൻസ് കൂടുതൽ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തതായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ദറ്റ് അവർ ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നു നിങ്ങളോട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ ഉണ്ട്, സീക്രട്ട് ഉണ്ട് എന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞ് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാവാം. ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പേഴ്സണിനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മേ ബി അവരെന്തെങ്കിലും ചെയ്ത് കാണാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം മനസ്സിലുള്ള പോലെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ, തേർഡ് പാർട്ടി ഉണ്ടോ, ചീറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്ന രീതിക്ക് നിങ്ങൾക്കൊരു മനസ്സിൽ ഐ തിങ്ക് ഡൗട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞ് കാണാം, രണ്ടും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദറ്റ് പേഴ്സൺ ഇപ്പോൾ പലതും തുറന്ന് പറയുന്നില്ല, അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു മറഞ്ഞിരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ മുന്നോട്ട്. ബട്ട് ഐ തിങ്ക് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ കുറച്ചുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്, അതായത് പെട്ടെന്ന് വേണമെന്നല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ ക്ഷമയോടെ ഇരിക്കാൻ തയ്യാറാണ്, ഓക്കെ, ബട്ട് എനിക്ക് എഫേർട്ട് കാണണം, അല്ലേ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു പ്രോപ്പറായിട്ടൊരു എഫേർട്ട് വേണം. സ്ലോ ആയിട്ടായാലും ശരി, കുഴപ്പമില്ല, മെല്ലെ മെല്ലെ ആയാലും ശരി, പക്ഷെ ഒരു മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങളൊരു ഫാമിലി പോലെ പേഴ്സണുമായിട്ട് നമ്മൾ പറയില്ല, നമുക്കൊരു സമാധാനം വേണം, അല്ലെ, സ്റ്റെബിലിറ്റി വേണം. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് യെസ് എൻ്റെ കൂടെ ഉണ്ട് ആൾ, അല്ലെങ്കിൽ എൻ്റെ ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ സോ ആ രീതിക്ക് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പറയില്ല, ഒരു ലോങ് ടേം ആണ് നിങ്ങളുടെ മനസ്സിൽ ചിന്ത. ഈ ബന്ധം ഒരു താൽക്കാലികമായിട്ടൊരു ചെറിയ ടെമ്പററി നിങ്ങൾക്കൊരു ടൈം പാസ് എന്നുള്ള രീതിക്കല്ല, നിങ്ങളതിനെ ആഗ്രഹിക്കുന്ന ലോങ് ടേം ആണ്. ലൈക്ക് എൻ്റെ കൂടെ എപ്പോഴും ലൈഫ് ലോങ് വേണം. ഫാമിലി ആയിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ, മാരേജ് ആണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർക്ക് യെസ് എൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് സ്റ്റേബിളായിട്ടൊരു ബന്ധമായിട്ട് എനിക്ക് വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. നിങ്ങൾ കാണുന്നതും ആ പേഴ്സണെ മേ ബി നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട്, അതായത് ഒരു ഹസ്ബൻഡ് ഓർ വൈഫ് വോട്ടെവർ, അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നിച്ച് നിങ്ങളൊരു ലൈഫ് ബിൽഡ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവാം കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റഡ് ആയിട്ട് ലൈഫ് നമ്മൾ അങ്ങനെ വേണം എന്ന രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇംബാലൻസ് ആണെങ്കിൽ ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്രേ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഐ എവിടെയോ മനസ്സിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക്. ബട്ട് എന്നാലും നിങ്ങളതിനെ ഓക്കെ, ഒരു ഹോപ്പ്, ആക്ച്വലി സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷ് എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയാം. സോ എവിടെയോ നിങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടില്ല, ശരിയാവും, ശരിയായിട്ട് വരും, അല്ലെങ്കിൽ മാറും എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളൊരു പ്രതീക്ഷയുള്ള പോലെയാണ്. കുറച്ചുകൂടി നിങ്ങളുടെ ഫീലിങ്സ് പേഴ്സണിനെ കുറിച്ച് ഇപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ യെസ് ഫാമിലി പോലെയൊക്കെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ഡീപ്പ് ഫീലിങ്സ് പേഴ്സണിനോട് എന്താ നോക്കാം, അത് പേഴ്സണിൻ്റെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ 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 നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഓക്കെ. 10 of Wands, Princess of Wands, Queen of Swords, Ace of Wands ഇവിടെ ഇരിക്കട്ടെ. ഫാമിലി കാർഡ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഇവിടെ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, രണ്ടും വരാം. ഓക്കെ, സോ ഇവിടെ ഫാമിലിയുടെ ഒരു എനർജി വരുന്നുണ്ട്. ഒക്കെ തടസ്സങ്ങളായിരിക്കാം. ഓക്കെ, തടസ്സങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഫാമിലി പോലെ വേണം എന്ന്, രണ്ട് തരത്തിലും വരാം. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കാം. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു പാഷനേറ്റ് ആയിട്ട് ന്യൂ ബിഗിനിങ്, പറ്റുന്നവർക്ക് ഒരു മാരേജ്, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി സ്നേഹത്തോടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്നു ഒരുപാട്, നിങ്ങളുടെ മേൽ എല്ലാം കൂടി ഒരു ഭാരം വന്നുപെട്ട പോലെയാണ്. മറ്റേ പേഴ്സൺ അധികം എഫേർട്ട് ഇടുന്നില്ല, അല്ലെങ്കിൽ അവർ ഭാഗത്തുനിന്ന് അത്രയ്ക്കില്ല, നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാരമുണ്ട്. ഇതിനെങ്ങനെയാണ് പിന്നെ ലോങ് ടേം വേണമെന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ ഒരാൾ മാത്രം ചെയ്തിട്ടാവില്ലല്ലോ, അല്ലേ? അപ്പം അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ എന്നെ എത്ര താങ്ങും എന്ന രീതിക്കും നിങ്ങൾക്ക്. ആക്ച്വലി 10 എന്ന് പറയുമ്പോൾ എപ്പോഴും പക്ഷെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. അതായത് ഓക്കെ, അവസാനിക്കാറായി, ആൻഡ് 10 കഴിഞ്ഞിട്ട് ഇവിടെ 1 ഉണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ഭാരം ഞാനൊന്ന് താഴെ ഇടണം, എൻ്റെ പേഴ്സൺ കൂടി എഫേർട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മുന്നോട്ട് ഒരു പുതിയ തുടക്കം വേണം എന്ന രീതിക്ക്. ഇതിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ പോയാൽ അത് നിലനിൽക്കില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളാണ് എപ്പോഴും കാത്തിരിക്കുന്ന പേഴ്സണിന് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പുറകെ പോകുന്നു. എനിക്ക് പേഴ്സൻ്റെ ഭാഗത്തിന് എഫേർട്ട് ഇല്ല എന്ന് തോന്നുന്നില്ല. നിങ്ങൾ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് എനിക്ക് വരുന്നത്. നിങ്ങളായിട്ട് വെയിറ്റിംഗ് എനർജി എനിക്ക് നല്ലോണം വരുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളെ തന്നെ കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഐ എം നോട്ട് ഷുവർ, കാരണം ഇത് പലരും കാണുന്നതാണ്. സോ 2 തരത്തിൽ ആവാം. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു ദേഷ്യം വരുന്നുണ്ടാവും, ബിക്കോസ് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ബട്ട് ഐ തിങ്ക് ഇവിടെ
നിങ്ങൾക്ക് തോന്നണം ഞാൻ ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആവണം, ഞാൻ ഇത്തിരി കൂടി സ്ട്രോങ് ആവണം, ഞാൻ കുറച്ചുകൂടി ഇനി സ്ട്രേറ്റ് ഫോർവേഡ് ആവണം, ഇനി ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. സോ ഇത് നിങ്ങളുടെ എനർജി ആവാം അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ലൈക്ക് തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കാം. അതായത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുള്ളത് തേർഡ് പാർട്ടി കാരണമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിക്ക് അടുക്കാനൊന്നും പറ്റാത്തത്. കാരണം ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, ജഗ്ലിങ്ങിൻ്റെ എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പേഴ്സൺ മാരീഡൊക്കെ ആണെങ്കിൽ അങ്ങനെ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ആവാം. മേ ബി നിങ്ങളും ചിന്തിക്കുന്നതായിരിക്കും ദാറ്റ് ഇത് ഞാൻ എങ്ങനെ ഇനി എത്ര കാലം ഞാൻ മാനേജ് ചെയ്യും എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. സോ ഓക്കെ, എന്തായാലും ഫീലിങ്സ് ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളും കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്, പാഷനേറ്റ് ആയിട്ടൊരു സ്റ്റാർട്ടാണ്, ഫാമിലി പോലെ വേണം എന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് പേഴ്സൺ ഇതേപോലെ നിങ്ങളെക്കുറിച്ച് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് കൂടി എടുക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ്? ജസ്റ്റിസ്, ഈ ഡെക്ക് തന്നെ എടുത്തേക്കാം. 8 ഓഫ് വാണ്ട്സ്, ഫുൾ കാർഡ്, കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഫൈൻ, കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, സോ ഇവിടെ അഗൈൻ പേഴ്സൺ നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഫീലിങ്സ് അധികം തുറന്ന് എക്സ്പ്രസ് ചെയ്യാത്തൊരു എനർജി ഉണ്ട് എനിക്ക്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് അവർ മാരീഡ് എന്നുള്ളൊരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. അപ്പോൾ അതിപ്പോൾ ഈവൻ മാരീഡ് അല്ലെങ്കിൽ പോലും മേ ബി ഫാമിലി അറിയാതെയൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഫാമിലിയോട് പറയാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ പേഴ്സൺ അതായിരിക്കാം. സോ യെസ്, ഇവിടെ അഗൈൻ ആ ഒരു ഫാമിലി മാരേജ് എനർജിയൊക്കെ എനിക്ക് വരുന്നുണ്ട്. സോ മേ ബി ആ മാരേജിൻ്റെ കാര്യത്തിന് അവർ കമ്മിറ്റ്മെൻറ്റ് തരാൻ ഇപ്പോഴും അവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ബന്ധത്തിനെ സീക്രട്ട് ആക്കി വെക്കുന്ന ഒരു പോലെയുണ്ട് സംവേർ. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ന്യായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളോട്. ഓക്കെ, ആദ്യം തന്നെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ കിങ് ഓഫ് കപ്സ് ആണ് വന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, യെസ്, ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അതെപ്പോഴും വരാറുണ്ട് അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുടെ മനസ്സെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ പുറമേ കാണിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും അതിലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. പ്രവർത്തിക്കുന്നത് എന്താ, അതിലാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, ബട്ട് അതുകൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിലുണ്ട് ശരിയാണ്, ഓക്കെ, ബട്ട് പുറമേ ചെയ്യുന്ന എന്താണ് അല്ലേ, അതുകൂടി മാറ്ററാണ്. സോ ഇവിടെ നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ അവർ ശരിക്കും ഒരു ന്യായമായ രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്, ചിന്തകളിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, അവർ ന്യായം ചെയ്യാൻ തയ്യാറുമാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് തടസ്സം ഉണ്ടാവാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. 8 ഓഫ് വാണ്ട്സ് ഉണ്ട്, ഫാസ്റ്റ് മൂവിങ് എനർജി അഗൈൻ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം, സംസാരിക്കാൻ ആഗ്രഹം കാണുന്നുണ്ട്. സംസാരം വരാം, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരാം. ആൻഡ് ഇവിടെ നിങ്ങളോട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കുറച്ചുകൂടി സിറ്റുവേഷൻ ഒന്ന് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ഒരു മാറ്റം ലൈക്ക് പഴയതുപോലെ അല്ലാതെ കുറച്ച് ചേഞ്ചസ് വരുന്ന പോലെ നിങ്ങൾക്ക് കാണും. ഓക്കെ, ആൻഡ് ഇവിടെ ഫുൾ കാണുന്നുണ്ട്, റിസ്ക് എടുത്തിട്ടായാലും ഒരു ന്യൂ ബിഗിനിങ്ങിന് അവരും തയ്യാറാണ്. നിങ്ങൾക്കും ആഗ്രഹം ന്യൂ ബിഗിനിങ് ആണ്, അവർക്കും അത് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ മേ ബി കുറച്ചുകൂടി ഒരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലൈറ്റ് ആയിട്ടൊരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി കുറച്ചുകൂടി ഒരു റിസ്ക് എടുത്ത് അവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ആക്ഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരും ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആൻഡ് കിങ് ഓഫ് കപ്സും പക്ഷേ കിങ് ഓഫ് പെന്റിക്കിൾസ് ഒപ്പം വന്നു. സോ അതായത് അവർ ഫീലിങ്സ് ഉണ്ട്, മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്, ബട്ട് അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം, അവർക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടാവാം, അവരുടെ ചുമതലകൾ ഉണ്ടാവാം, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ മേ ബി നിങ്ങളോട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, എന്നിട്ട് ഒരു മാരേജ് ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് പേർക്ക്, എല്ലാവർക്കും എല്ലാം ഓരോരുത്തർ ഇത് പല തരത്തിലുള്ള ആൾക്കാരിലെ കാണാം. നിങ്ങൾ സിംഗിൾസ് ഉണ്ടാവും, മാരീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം, എന്തും ഉണ്ടാവാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് യെസ് പേഴ്സൻ്റെ ഫീലിങ്സ് ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് അവിടെ ഒരു ചെറിയ തടസ്സമായിട്ട് വരുന്നുണ്ട്, പക്ഷെ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ്. സോ അവർ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ അവർ പ്രാക്ടിക്കലായിട്ട് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. ഓക്കെ, സ്റ്റേബിളായിട്ട് അവരും അതിന് വേണ്ട എഫേർട്ടൊക്കെ എടുക്കാൻ തയ്യാറാവുന്ന രീതിക്കാണ് കാണുന്നത്. സോ യെസ്, ഇവിടെ തടസ്സങ്ങളുണ്ട്, ചില കാര്യങ്ങൾ തടസ്സങ്ങളുണ്ട്, സീക്രട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേ ബി സ്റ്റക്ക് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഹാങ്മാൻ സ്റ്റക്ക് എനർജിയാണ്. സോ ഇപ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ബട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും എന്നുണ്ട്. ഓക്കെ, ഒരു മാറ്റം പറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എവിടെയോ. പാസ്റ്റിലെ പോലെ അല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡെക്ക് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടില്ല. കുറേ കാർഡ്സ് ഞാൻ ആക്ച്വലി ഇടയിൽ എടുക്കാതിരുന്ന കുറേ കാർഡ്സ് ഉണ്ട്. ഓക്കെ,
ഇത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ കുറച്ച് ഗൈഡൻസ് മെസ്സേജസ് എന്താണ്, ഈ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ദ ഡിവൈൻ ഫെമിനൈൻ എനർജി, വെരി നൈസ്. കമ്പാറ്റബിലിറ്റി, ഡിവൈൻ മാസ്കുലൈൻ, വെരി നൈസ്, ഓസം. അതേ പറയാനുള്ളൂ. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ്, ഗുഡ്. എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇവിടെ, ഞാൻ അത്രേ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാറ്റം കാണുന്നുണ്ട് ഇവിടെ. ലവ് എന്നുള്ള എനർജി ഉണ്ട്. യെസ്, നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ഈ ഡെക്കിന്ന് ഞാൻ ഒരു ദിവസം കുറച്ചുകൂടി കൂടുതൽ മെസ്സേജസ് ഇതിൽ നിന്ന് മാത്രമായിട്ട് എടുക്കാം. എനിക്ക് ഇന്നിപ്പോൾ ഞാൻ തുടങ്ങിയത് അതായതുകൊണ്ട് ഇത് കൂടുതൽ എടുക്കുന്നില്ല. ലവ് എനർജി ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഇവിടെ എല്ലാം വന്നിരിക്കുന്ന പോസിറ്റീവ് കാർഡ്സ് ആണ്. കമ്പാറ്റബിലിറ്റിൻ്റെ, കമ്മിറ്റ്മെൻറ്റിൻ്റെ, മെച്യൂരിറ്റീൻ്റെ. നിങ്ങളുടെ പേഴ്സൺ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഗുണമായിരിക്കാമില്ല, മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ന്യായം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും ഡിവൈൻ മാസ്കുലൈൻ, ഡിവൈൻ ഫെമിനൈൻ എനർജിയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ട്വിൻ ഫ്ലെയിംസിൻ്റെ ആണ് നമ്മൾ പറയാറ്, ബട്ട് ട്വിൻ ഫ്ലെയിം ആവണം നിർബന്ധമില്ല. ഓക്കെ, നിങ്ങളുടെ അതായത് ക്യാരക്ടർ, നിങ്ങളിപ്പോൾ മാൻ ആണെങ്കിൽ നിങ്ങൾ ഡിവൈൻ മാസ്കുലൈൻ ക്യാരക്ടറിൽ നിൽക്കുന്നുണ്ടാവും, വുമൺ ആണെങ്കിൽ നിങ്ങൾ ഡിവൈൻ ഫെമിനൈൻ ഇതിൽ നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, ഒരാളെ ചേസ് ചെയ്ത് പോയിട്ടല്ല, അവർ പുറകെ പോയിട്ടല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐ തിങ്ക് ഹീലിംഗ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹീൽഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഫിയേഴ്സ് മാറ്റുക, നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യം, നമ്മൾ പറയില്ല ഒരാളോടുള്ള കോ ഡിപ്പെൻഡൻസി എന്ന് പറയും അല്ലെ, അറ്റാച്ച്മെൻറ്റ്സ്, അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ പേഴ്സണലും മാറ്റം വരും, അതെപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെ ആ ഒരു എനർജിയാണ് എനിക്ക് പിക്ക് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ കമ്പാറ്റബിലിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്, കുറച്ചുകൂടി ഒരു മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, കുറച്ചുകൂടി ഒരു കമ്പാറ്റബിൾ എന്ന് വെച്ചാൽ പരസ്പരം ഒത്തുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇത് സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ ആയവർക്ക്, നിങ്ങൾ മാരേജ് പോസിബിൾ ആയവർക്ക് മാരേജ് നടക്കും. അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കുന്ന രീതിയിലാണ്, കുറച്ചുകൂടി നിങ്ങളോട് ആത്മാർത്ഥമായിട്ടും അങ്ങനെയൊക്കെ ഒരു എഫേർട്ടൊക്കെ ഇടുന്ന കാണുന്നുണ്ട്. ഓക്കെ, മെച്യൂരിറ്റി, യെസ്, അവർ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഓക്കെ, അതാണ് മാറ്റം മെയിൻലി. നിങ്ങളും മെച്യൂർഡായിട്ട് കുറച്ചുകൂടി കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളും ഒരുപാട് ആ കോഡിപ്പെൻഡൻസി എനർജി നിങ്ങൾ പുറത്തു വരുന്നുണ്ടാവാം. അവരും അതിലൊരു മാറ്റം വരുന്നു. കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി, ഓക്കെ ഞാൻ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് ചിന്തിച്ച് കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി അവരിലും വരുന്ന രീതിക്കാണ്. ഇതിപ്പോൾ ഏജ് വൈസ് അല്ല പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രായം 50 ആയാലും ആ 50 60 ആയാലും ഓക്കെ, ആ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഏജിൻ്റെ മെച്യൂരിറ്റി അല്ല ഇത് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എടുക്കുക അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളതിനെ മാറ്റാൻ ശ്രമിക്കുക, ശരിയാക്കാൻ ശ്രമിക്കുക, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് തിരിച്ചറിയുക, അതൊക്കെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആ രീതിയിൽ എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ്. പ്രത്യേകിച്ച് ഡിവൈൻ ഫെമിനൈൻ, ഡിവൈൻ മാസ്കുലൈൻ വന്നിട്ടുണ്ട്. സോ രണ്ടുപേരും ഐ തിങ്ക് ഹീലാവുന്നുണ്ട്, നല്ലതാണ്. ഓക്കെ, എപ്പോഴും മറ്റേ ആൾ പേഴ്സൺ, നിങ്ങളുടെ അപ്പുറത്തുള്ള പേഴ്സൺ ഹീലാവുന്നുണ്ടോ, അവർ മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഹീലാവും ആദ്യം. ഓക്കെ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് നിങ്ങൾ ചേഞ്ച് ചെയ്യൂ, നിങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരൂ, നിങ്ങൾ സ്ട്രോങ് ആവൂ, സെൽഫ് ലവിൽ നിൽക്കൂ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യൂ, പേഴ്സൺ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഓക്കെ, എന്തായാലും ഇന്നത്തെ കുറച്ച് മെസ്സേജസ് ഇതെടുത്താണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.